വളരെ വളരെ അപൂർവമായൊരു കാര്യമാണ് ചൊവ്വ ദോഷം സംഭവിക്കുന്നത്. ഇനി ഈ ചൊവ്വ ദോഷം സംഭവിച്ചാൽ തന്നെ അതിന് തുല്യമായിട്ടുള്ള പാപഗ്രഹം നിൽക്കുന്ന ജാതകം പൊരുത്തത്തിന് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ചൊവ്വ ദോഷം കൊണ്ട് ഒരിക്കലും വിവാഹ തടസ്സം ഉണ്ടാകാൻ പാടില്ല. ചൊവ്വാദോഷം, ഈ ചൊവ്വാദോഷം വിവാഹത്തിന് തടസ്സമാകുന്നുണ്ടോ സാർ? കാര്യം ഒരുപാട് പേര് പറയുന്നുണ്ട് ചൊവ്വാദോഷം ഉള്ളത്. നമ്മൾ ഇങ്ങനത്തെ ഒരു ടോപ്പിക്ക് ഒരുപാട് പേര് എടുത്തിട്ടുണ്ട്. പല രീതിയിലുള്ള ഡയമെൻഷനുള്ള എന്താ പറയുക, അവരുടെ പെർസ്പെക്റ്റീവ്, അവരുടെ അഭിപ്രായങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ചൊവ്വാദോഷം ഇപ്പോഴും കേരളത്തിനകത്ത് ആൾക്കാർ പേടിക്കുന്നൊരു സംഭവമാണ്. എത്രയോ മാതാപിതാക്കന്മാർ കുട്ടികളുടെ കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്നു. ആ സമയത്താണ് ഈ ചൊവ്വ ഒരു ശത്രുവായിട്ട് വരികയും ചൊവ്വാദോഷം എന്നൊരു പേടി സ്വപ്നം അവിടെ നിൽക്കുകയും ചെയ്തത്. ചൊവ്വാദോഷം ശരിക്കും കല്യാണം മുടക്കുന്നുണ്ടോ? ഈ ചൊവ്വാദോഷം എന്ന പേരിൽ സത്യത്തിൽ നമ്മുടെ ഒരുപാട് സ്ത്രീ പുരുഷന്മാരുടെ വിവാഹം മുടക്കുന്ന ഒരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഞാൻ ഏകദേശം 10 വർഷത്തോളമായിട്ട് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നതിൽ ഇതുവരെ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരൊറ്റ ജാതകം മാത്രമാണ് ചൊവ്വ ദോഷമുള്ളതായിട്ട് ഞാൻ കണ്ടത്. അതായത് നമ്മുടെ ജാതകത്തിൽ 7ാം ഭാവവും 8ാം ഭാവവുമാണ് വിവാഹസ്ഥാനങ്ങൾ. പുരുഷനെ സംബന്ധിച്ച് 7ാം ഭാവം കൊണ്ടും സ്ത്രീയെ സംബന്ധിച്ച് 7ാം ഭാവവും അഷ്ടമഭാവം കൊണ്ടും, കാരണം അത് ആയുസ്സിൻ്റെ ഭാഗമായതുകൊണ്ട് ഭർത്താവിനെ കൂടി ആയുസ് കൊണ്ട് 8ാം ഭാവം കൂടി ചിന്തിക്കും. അപ്പോൾ സ്ത്രീക്ക് 7ലോ 8ലോ ചൊവ്വ, പുരുഷന് 7ലെ ചൊവ്വ. ഇത് വന്നാൽ ചൊവ്വ ദോഷമാണ് എന്ന് വ്യാഖ്യാനിച്ചിട്ട് വിവാഹ തടസ്സം ഉണ്ടാകുന്ന ഒരവസ്ഥ ഇന്നുണ്ട്. യഥാർത്ഥത്തിൽ 7ലെ 8ലെയും ചൊവ്വ എന്ന് പറയുന്നതും ചൊവ്വ ദോഷം എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. നമുക്ക് ഗ്രഹനിലയിലെ നവഗ്രഹങ്ങളിൽ ഇപ്പോൾ കേതുവിനെ മാറ്റി നിർത്തുകയാണ് സാധാരണ ചെയ്യുന്നത്. മറ്റ് 8 ഗ്രഹങ്ങളിൽ 4 ശുഭഗ്രഹങ്ങളും 4 പാപഗ്രഹങ്ങളും. ഈ പാപഗ്രഹങ്ങൾ ദുസ്ഥാനങ്ങളിൽ നിൽക്കുന്നത് അവർക്ക് ഗുണകരമാണ്. ആ 3, 6, 8, 12 അതാണ് ദുസ്ഥാനങ്ങൾ. അപ്പോൾ ദുസ്ഥാനങ്ങളിൽ പാപഗ്രഹങ്ങൾ നിൽക്കുന്നത് ജാതകത്തിൽ ഗുണം ചെയ്യും. കാരണം അഷ്ടമഭാവത്തിൽ ശനി വന്നാൽ ആയുസ്സിന് ഗുണമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ചൊവ്വ നമ്മുടെ ജാതകത്തിൽ ഗ്രഹനിലയിൽ എവിടെയെങ്കിലും നിൽക്കും. പല ഭാവങ്ങളിൽ നിൽക്കുന്ന ചൊവ്വ അതീവ ഗുണവാനാണ്. ഒരു ഗ്രഹവും നമുക്ക് ദോഷം ചെയ്യുന്നതല്ല. എല്ലാ ഗ്രഹങ്ങളും നമുക്ക് ഗുണമാണ് ചെയ്യുന്നത്. അതായത് ചൊവ്വയും ശനിയും ആദിത്യനും രാഹുവുമൊക്കെ ദോഷകാരിയായിട്ട് കണക്കാക്കുന്നു. വ്യാഴത്തിനെയും ബുധനെയും ചന്ദ്രനെയും ശുക്രനെയും ശുഭനായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ഗ്രഹങ്ങളിലെ ഏറ്റവും ശുഭനായ ഗ്രഹം വ്യാഴമാണ്. പക്ഷേ വ്യാഴം ദോഷകാരിയായിട്ട് എത്രയോ ജാതകത്തിലുണ്ട്. ആ നിൽക്കുന്ന രാശി അനുസരിച്ച്, ഉദാഹരണത്തിന് കേന്ദ്രാധിപത്യ ദോഷം വ്യാഴത്തിന് സംഭവിച്ചാൽ വ്യാഴം ദോഷകാരിയാണ്. അഷ്ടമസ്ഥിതി ദോഷകാരിയാണ്. നീചരാശി സ്ഥിതി ദോഷകാരിയാണ്. ഇങ്ങനെ എല്ലാ ഗ്രഹങ്ങൾക്കും ഗുണവും ദോഷവും സംഭവിക്കാം. അപ്പോൾ ചൊവ്വ ഈ 7ലോ 8ലോ നിൽക്കുന്നു എന്ന് കണ്ടാൽ ചൊവ്വ ദോഷമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് അത് ഒന്നുകിൽ അതേപ്പറ്റി വേണ്ടത്ര അറിവില്ലായ്മ കൊണ്ടാണ്, അതല്ലെങ്കിൽ അതിനെ ഒരു ലാഭമുണ്ടാക്കാനുള്ള മാർഗമായിട്ട് കാണുന്നത് കൊണ്ടാണ്. കാരണം അത് ഞാൻ തുറന്നു പറഞ്ഞാൽ, ഒരു വിവാഹ പൊരുത്തം നോക്കാൻ വരുന്ന സമയത്ത് ഇത് ചേരും നല്ലതാണ് എന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കാണ്. കാരണം 7ലെ ചൊവ്വയുണ്ട്, 8 ചൊവ്വയുണ്ട്. അപ്പം വേറെ ചില ദിവസം എതിർക്കാം ഇതിനെ. അപ്പം വെറുതെ റിസ്ക് എടുക്കുന്നത് എന്തിനാ? ചേരുക എന്ന് പറഞ്ഞാൽ എളുപ്പമുണ്ട്. തന്നെയുമല്ല, മറ്റൊരു കാര്യം, ഇത് ചേരും വിവാഹം നടന്നാൽ പിന്നെ അതോടെ അദ്ദേഹത്തിൻ്റെ വരവ് അവസാനിച്ചു. അപ്പോൾ ചേരാതെ വിവാഹപ്പൊരുത്തം ധാരാളം നോക്കാനാണ് പിന്നെയും വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഒരു ജാതകത്തിൽ കർക്കടക ലഗ്നമോ ചിങ്ങ ലഗ്നമോ ആണെങ്കിൽ അവിടെ ചൊവ്വ രാജയോഗകാരകനാണ്. അതായത് രാജയോഗം പ്രദാനം ചെയ്യുന്ന ഗ്രഹമാണ് ചൊവ്വ. അതേപോലെ തന്നെ ലഗ്നം വൃശ്ചികമോ മേടമോ ആണെങ്കിൽ ലഗ്നാധിപനാണ് ചൊവ്വ. അപ്പോൾ ഇതിനൊന്നും ചൊവ്വയ്ക്ക് ദോഷമില്ല. അതുകൂടാതെ ശുഭഗ്രഹവുമായി പ്രധാനമായിട്ടും വ്യാഴവുമായിട്ട് യോഗമുള്ള ചൊവ്വ, വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ള ചൊവ്വ, അതേപോലെ 9ാം ഭാവത്തിൽ ശക്തമായ ശുഭഗ്രഹ സാന്നിധ്യമുള്ള ജാതകം. ഇങ്ങനെയുള്ള 9ാം ഭാവം എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണ്. ആ ഭാഗ്യസ്ഥാനത്ത് നല്ല ശക്തനായൊരു ശുഭഗ്രഹം ഉണ്ടെങ്കിൽ ഭാഗ്യം വളരെ അനുകൂലമാകും. അപ്പോൾ ഇങ്ങനെയുള്ള ജാതകമാണെങ്കിൽ അവിടെ ഒരിക്കലും ചൊവ്വാദോഷം സംഭവിക്കുകയില്ല. അതേസമയം ചൊവ്വ നീചരാശിയിലൊക്കെ നിന്നിട്ട് ദോഷങ്ങൾ സംഭവിക്കാം. അത് പക്ഷേ വളരെ അപൂർവമാണ്.
വളരെ വളരെ അപൂർവമായൊരു കാര്യമാണ് ചൊവ്വ ദോഷം സംഭവിക്കുന്നത്. ഇനി ഈ ചൊവ്വ ദോഷം സംഭവിച്ചാൽ തന്നെ അതിന് തുല്യമായിട്ടുള്ള പാപഗ്രഹം നിൽക്കുന്ന ജാതകം പൊരുത്തത്തിന് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ചൊവ്വ ദോഷം കൊണ്ട് ഒരിക്കലും വിവാഹ തടസ്സം ഉണ്ടാകാൻ പാടില്ല. അത് ശരിയായ രീതിയിൽ നമ്മൾ നോക്കിക്കണ്ടാൽ അതിന് കുറച്ച് സമയം പക്ഷേ എടുക്കും. കാരണം ഇപ്പോൾ 7-ലോ 8-ലോ ഉദാഹരണം 8-ൽ ചൊവ്വ വന്ന ഒരു പെൺകുട്ടിയുടെ അപ്പം അവിടെ പറയാവുന്നത് ഭർത്താവിന് ആയുർദോഷമാണ്. പക്ഷേ 2 ജാതകങ്ങളും നല്ലവണ്ണം ഗ്രഹനില പരിശോധിച്ചിട്ട് അവിടെ ആയുർഭാവങ്ങൾ ചിന്തിച്ചിട്ട് അവർക്ക് 2 പേർക്കും നല്ല ആയുർബലം ഉണ്ടെങ്കിൽ ഈ ദോഷം അവിടെ പ്രസക്തമാകുന്നില്ല. പക്ഷെ അത് കുറച്ച് കഷ്ടപ്പെട്ട് നോക്കി മനസ്സിലാക്കണം. അതിന് കുറച്ച് സമയമെടുക്കും. അങ്ങനെ ചിന്തിച്ചാൽ ചൊവ്വ ദോഷമാവില്ല. അപ്പം ചൊവ്വ ദോഷം സംഭവിക്കാം, പക്ഷെ അത് വളരെ അപൂർവമാണ്. ചൊവ്വ 7-ലോ 8-ലോ നിന്നു എന്ന് പറഞ്ഞാൽ തന്നെ അത് ചൊവ്വ ദോഷമല്ല. അതിന് തുല്യം, അതായത് സ്ത്രീയുടെ 8-ൽ ചൊവ്വയുണ്ടെങ്കിൽ അതിന് തുല്യമായിട്ട് ശനി നിൽക്കുന്ന ജാതകം പെൺകുട്ടി എടുക്കാം. അതേപോലെ തന്നെ ശനിവൽ രാഹു കുജവൽ കേതു എന്നാണ്. ചൊവ്വയ്ക്ക് തുല്യമാണ് കേതു, ശനിക്ക് തുല്യമാണ് രാഹു എന്ന് പറയും. അപ്പം ആ ഭാവത്തിൽ കേതുവുള്ള ജാതകം, ദോഷകരമായിട്ടുള്ള ജാതകം എടുക്കാം. അങ്ങനെ പലതും. ശനി ഒരു പാപഗ്രഹമാണ്, ചൊവ്വ പാപഗ്രഹമാണ്. അപ്പം ചൊവ്വ നിന്നാൽ അതിന് തുല്യമായിട്ടുള്ള പാപത്വം സ്ത്രീയുടെ പുരുഷൻ്റെ ജാതകത്തിൽ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എടുക്കാവുന്നത് തന്നെയാണ്. പിന്നെ ഈ ഒരു ദോഷം മാത്രമല്ലല്ലോ കണക്കാക്കേണ്ടത്. നക്ഷത്രപ്പൊരുത്തം നോക്കുന്നു, പാപസാമ്യം നോക്കുന്നു, ദശാസന്ധി ദോഷം നോക്കുന്നു. ഇതെല്ലാം അനുകൂലമാണ്. ഒരു ലഗ്നാലിൽ 7-ൽ ചൊവ്വ നിൽക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അതൊരിക്കലും വിവാഹത്തിന് തടസ്സമാകുന്നില്ല. അതിനെപ്പറ്റി അത് ഇന്ന് ഒരുപാട് രക്ഷിതാക്കളുടെ മനസ്സിനെ അലട്ടുന്ന വലിയൊരു പ്രശ്നമാണ് ചൊവ്വ ദോഷം കൊണ്ട് വിവാഹം മുടങ്ങുന്നത്. ഒരിക്കലും അത് ചിന്തിക്കേണ്ട കാര്യം. കാരണം ചൊവ്വ ദോഷമെന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടേ സംഭവിക്കുകയുള്ളൂ. ഇനി സംഭവിച്ചാൽ തന്നെ അതിന് ചേരുന്ന ജാതകം വേണമെന്നുള്ളത് മാത്രമാണ്. ഈ 7-ലോ 8-ലോ ചൊവ്വ വരുന്നത് ഒരിക്കലും ചൊവ്വ ദോഷമല്ല, ആകണമെന്നില്ല, അപൂർവമായിട്ട് സംഭവിക്കുകയും ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. സാർ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഈ ചൊവ്വാദോഷത്തിനെ പറ്റി പറയുന്നത്. അതായത് കേരളത്തിനകത്ത് സാറ് പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് എല്ലാ പാരൻസിൻ്റെയും ഒരു കൺസേണാണ് മക്കളുടെ കല്യാണം. അവിടെയാണ് ഈ ചൊവ്വ വില്ലനായിട്ട് വരിക. ഈ സെയിം ജാതകം നമ്മൾ കേരളം വിട്ടുള്ള സ്റ്റേറ്റുകളിൽ മാരേജ് മാച്ചിങ് നോക്കുന്ന സമയത്ത് 100% അക്സെപ്റ്റ് ചെയ്യുന്നു. കേരളത്തിൽ മാത്രമാണ് റിജക്ഷൻസിൻ്റെ എണ്ണം കൂടുതൽ വരുന്നത്. സാറ് പറഞ്ഞതുപോലെ ചൊവ്വാദോഷം ഒരു ദോഷമല്ല. അതുപോലെ ബാക്കിയുള്ള നക്ഷത്രപ്പൊരുത്തങ്ങളും രാശിപ്പൊരുത്തവും അതുപോലെ ഈ ദിശാസന്ധിയും ഈ പറയുന്ന പാപമൂല്യത്തിനെയാണ്, പാപസാമ്യത്തിനാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇപ്പോഴും. സാർ ഈ സാറ് പറഞ്ഞ ഈ മാറ്ററുകളിൽ ചൊവ്വയുടെ പ്രസൻസ്, ഫോർ എക്സാമ്പിൾ ഈ നമ്മൾ മുൻപ് സംസാരിച്ചിട്ടുണ്ട്, ഈ അമാവാസി സമയങ്ങളിൽ ചൊവ്വയ്ക്ക് ബലക്കുറവുണ്ടാകുന്ന സമയങ്ങളുണ്ടല്ലോ, അമാവാസിയുടെ മുൻപും അമാവാസി കഴിഞ്ഞതിന് ശേഷവും. അപ്പോൾ ഒരു ജാതകന് മാനസികമായിട്ടുള്ള പല സങ്കുചിതാവസ്ഥകളും വരാം. എന്താണ് ഈ ചൊവ്വാദോഷത്തിന് പരിഹാരമായിട്ട് സാറിന് കൊടുക്കാൻ പറ്റുക? ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിനെ ബലപ്പെടുത്താനോ, അല്ലെങ്കിൽ ചൊവ്വാദോഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വലിയ നേരിയ ദോഷം പലരെയും കണ്ടിട്ടായിരിക്കുമല്ലോ സാറിൻ്റെ അടുത്തേക്ക് എത്തുക. എന്താണ് പരിഹാരമായിട്ട് കൊടുക്കാൻ പറ്റുക? ഇതിപ്പോൾ അവരോട് നമുക്ക് ഡയറക്റ്റ്ലി പറയാൻ പറ്റില്ല. എന്താ കൊടുക്കാൻ പറ്റുക? ചൊവ്വ നമുക്കത് പൂർണ്ണമായിട്ടിത് പറയണമെങ്കിൽ ജാതകം വിശദമായിട്ട് പരിശോധിക്കണം. കാരണം ചൊവ്വായുമായിട്ട് യോഗമുള്ളതോ ദൃഷ്ടിയുള്ളതോ കാര്യം. എങ്കിലും പൊതുവായി ചൊവ്വയ്ക്ക് പരിഹാരമെന്ന് പറയുന്നത് അത് രാശിസ്ഥിതി അനുസരിച്ച് വ്യത്യാസമുണ്ട്. ഓജരാശിയും യുഗ്മരാശിയുണ്ട്, പുരുഷരാശിയും സ്ത്രീരാശിയും. ഓജരാശിയിൽ നിൽക്കുന്ന ചൊവ്വയാണെങ്കിൽ അത് മുരുകനാണ് അതിൻ്റെ പരിഹാരം ചെയ്യേണ്ടത്. സ്ത്രീരാശിയിൽ നിൽക്കുന്ന ചൊവ്വയ്ക്ക് ദേവിയാണെങ്കിൽ ഭദ്രകാളി പ്രീതിയാണ് ചെയ്യേണ്ടത്. അപ്പം ഈ 2 ദേവതകൾക്ക്, അപ്പം മേടം രാശി ഓജരാശിയാണ്, ഇടവം രാശി യുഗ്മരാശിയാണ്. അങ്ങനെ ഒന്നുക്കൊന്നര വിട്ട് ഓജരാശി ഇങ്ങനെ ചേരും. അപ്പം നമ്മൾ നിൽക്കുന്ന രാശി, ചൊവ്വ നിൽക്കുന്ന രാശി ഓജരാശിയാണെങ്കിൽ സുബ്രഹ്മണ്യ പ്രീതി ആണ് അത്യാവശ്യം. യുഗ്മരാശിയാണെങ്കിൽ ഭദ്രകാളിക്ക് പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് അത്യാവശ്യം. ദേവിക്ക് ധാരാളം, അതായത് ഭദ്രകാളിക്ക് പറയുന്ന വഴിപാടിൽ പറയുന്നത്, പ്രധാനമായിട്ട് പറയുന്നത് ഒരു നല്ല ചുമന്ന, അത് കാട്ടുതെറ്റി കൊണ്ടുള്ള മാല അമ്മയ്ക്ക് സമർപ്പിച്ചാൽ അമ്മ നമ്മുടെ കൂടെ വരുമെന്നാണ്. അത്ര
ഇതാണ്. അപ്പം ഭദ്രകാളി പ്രീതിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും ആ ചൊവ്വയ്ക്ക് ദോഷത്തിന് പരിഹാരമുണ്ടാകും. എങ്കിലും അത് പൂർണ്ണമായിട്ടും നമ്മളത് ചെയ്യണമെങ്കിൽ നമുക്ക്, കാരണം ഓരോ ദശാപഹാര സമയങ്ങളിലാണ് ഓരോ ഗ്രഹത്തിൻ്റെ സ്വാധീനം കൂടുതലുണ്ടാകുന്നത്. അപ്പോൾ അതും കൂടി കണ്ടറിഞ്ഞിട്ട്, അതേപോലെ ചൊവ്വ നിൽക്കുന്ന രാശി, ചൊവ്വ നിൽക്കുന്നത് ശനിയുടെ രാശിയിലാണെങ്കിൽ അവിടെ ശനിയുടെ ഒരു സ്വാധീനം കൂടെ ഉണ്ടാകുന്നുണ്ട്. അപ്പം ദേവീഭാവത്തിലെ യക്ഷി ക്ഷേത്രത്തിൽ പരിഹാരം ചെയ്യണം. ഇങ്ങനെ ഓരോ രാശികളുടെ അവസ്ഥ അനുസരിച്ച് ചൊവ്വ നിൽക്കുന്നത് ചിങ്ങൻ രാശിയാണെങ്കിൽ ശിവപാർവതി, ഉമാമഹേശ്വരൻ, ഇങ്ങനെ പല രീതിയിൽ. അപ്പം അതുകൂടെ മനസ്സിലാക്കിയാൽ പൂർണ്ണമായിട്ട് ചൊവ്വയുടെ ദോഷത്തിന് പരിഹാരം പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ പറയുന്ന ദശാകാലങ്ങളിൽ ചില ദശകൾ, ഫോർ എക്സാമ്പിൾ ശുക്രദശ, എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് എന്നാണ് എനിക്ക് ശുക്രദശ വരിക എന്നുള്ളത്. സാധാരണപ്പെട്ട എല്ലാ മനുഷ്യരുടെ ഒരു ആഗ്രഹമാണ്. ഈ ശുക്രദശ വരുന്ന സമയങ്ങളിൽ ചന്ദ്രൻ്റെ അപഹാരമാണെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്, അല്ലേ? പോസിബിലിറ്റീസ് ആർ വെരി ഹൈ. ഈ സമയങ്ങളിൽ ദശാകാലങ്ങളിൽ നോക്കിയാണോ സാർ പരിഹാരം കൊടുക്കുക? അപ്പോഴും വരുന്ന ജാതകന് എന്താ വേണ്ടത്? ഈ പറയുന്ന കല്യാണം നടക്കുമോ ഇല്ലേ എന്നുള്ളതാണ്. ദശാകാലങ്ങൾ നോക്കിയുള്ള പരിഹാരമാണോ സാർ കൊടുക്കുക? പരിഹാരങ്ങൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ദശാപഹാരങ്ങളും കൂടി നോക്കണം. അങ്ങനെ തന്നെ വേണം. കാരണം ഇപ്പോൾ ശുക്രദശയിൽ കേതുവിൻ്റെയോ അല്ലെങ്കിൽ ചൊവ്വയുടെയോ ഒക്കെ അപഹാരം വളരെ കുറച്ചേ ഉള്ളൂ. ചിലപ്പോൾ വരുന്ന സമയത്ത് കഴിയാനായി കാണും. അപ്പം അതേപ്പറ്റി കൂടെ ചിന്തിച്ച് തന്നെയാണ് ആ സമയത്ത് ആ ഒരു ഗ്രഹമാണ് സ്വാധീനിക്കുന്നത്. നമുക്ക് ഇവിടെ ഇപ്പം നമുക്ക് നമ്മുടെ ഒരു സർക്കാർ തലത്തിലാണ്, നമുക്ക് കേന്ദ്ര സർക്കാർ നമുക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം തന്നാൽ അത് നമുക്ക് ലഭിക്കുന്നത് സംസ്ഥാന സർക്കാരിൽ കൂടാണ്. എന്നുപോലെ ഈ ദശാനാഥൻ്റെ ഒരു ഫലം നമുക്ക് അപഹാരനാഥിന് കൂടെ കിട്ടുന്നു. എന്തായാലും സാർ ഇതൊരു വൈഡ് സബ്ജക്റ്റാണ്. സാറ് വളരെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ആണ് അതിനെക്കുറിച്ച് കൊടുത്തേക്കുന്നത്. ഈ പറയുന്ന ചന്ദ്രൻ്റെ ഒരു സ്വാധീനം, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഈ ചില ദശാകാലങ്ങളിൽ വരുന്ന ഒരു മാനസിക ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എനിക്ക് ജാതകം ചേരും എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ തന്നെയും ചിലപ്പം ജാതകം ചേരില്ല എന്നൊരു 5 അസ്ട്രോളജേഴ്സ് ജ്യോതിഷന്മാർ പറഞ്ഞാലുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഇല്ല. തീർച്ചയായിട്ടും ഇത് പാരൻസിനെ ഭയങ്കര രീതിയിൽ അലട്ടുന്ന സംഭവമാണ്. അത് കേരളത്തിനകത്ത് ഏറ്റവും കൂടുതൽ പാരൻസ് അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങളിലൊന്നാണ് അവരുടെ കുട്ടികളുടെ വിവാഹം എന്ന് പറയുന്നത്. ഏറ്റവും ഒരു ചൊല്ല് തന്നെയുണ്ട്, ഈ പൊരുത്തം നോക്കുന്ന ഒരു പൊരുത്തമില്ലെന്ന്. 10 പേരെ കണ്ടു കഴിഞ്ഞാൽ 10 രീതിയിൽ അഭിപ്രായം പറഞ്ഞ അവസ്ഥ ഇന്ന് നിലവിലുണ്ട്. അങ്ങനെ ഒരു കാര്യമുണ്ട്. അതെ അതെ. എന്തായാലും നക്ഷത്ര പൊരുത്തവും ഈ പറയുന്ന ഓരോ വശ്യപ്പൊരുത്തങ്ങളും, എന്താ പറയുക, രാശിപ്പൊരുത്തങ്ങളും എല്ലാം നോക്കിയിട്ട് പാവസ്വാമിയോടുത്ത് കറക്റ്റായിട്ട് നോക്കി നല്ല മുഹൂർത്തം നോക്കി നല്ല കല്യാണങ്ങൾ നടക്കട്ടെ. ഈ ഈ പറയുന്ന ഏത് ദശാകാലമാണെങ്കിലും ചൊവ്വ ഒരു വില്ലനായി വരാതിരിക്കട്ടെ. ഒരുപാട് പേരുടെ കല്യാണങ്ങൾ നടക്കട്ടെ. സാറ് പറഞ്ഞ പോലെ ഓജരാശിയും രുക്മരാശിയും നോക്കിയതിന് ശേഷം കറക്റ്റ് പരിഹാരങ്ങൾ ചെയ്യട്ടെ. നന്ദി, നമസ്കാരം. നമസ്കാരം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.